നമസ്കാരം. കണ്ണോടിക്കാം ഇന്നത്തെ പത്രങ്ങളിലൂടെ. ഇന്നത്തെ ഭൂരിഭാഗം എല്ലാ പത്രങ്ങളിലും 3 പ്രധാനപ്പെട്ട വാർത്തയാണ് ആദ്യത്തെ പേജിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ മാറ്റി എന്നുള്ള വാർത്തയാണ്. അത് സംബന്ധിച്ചുള്ള വാർത്തയാണ്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഈ നിർണായക തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത, അതേസമയം നടൻ മുകേഷ് രാജിവെക്കാനുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഏറുമ്പോഴും രാജിവെക്കേണ്ട എന്നുള്ള നിലപാടാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. അതും ഇന്നലെ തന്നെ ചേർന്ന നിർണായക യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളുടെ മൗനത്തിന് ശേഷം മോഹൻലാൽ ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടു സംസാരിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റു പത്രങ്ങളും മറ്റ് വാർത്തകളും ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. നോക്കാം വിശദമായി. ആദ്യം തന്നെ ദീപിക പത്രം പരിശോധിക്കുമ്പോൾ ദീപിക പത്രത്തിൽ സ്വാഭാവികമായും EP ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ക്യാപ്ഷൻ, തലക്കെട്ട് EP ഔട്ട് എന്നാണ് അവർ നൽകിയിട്ടുള്ളത്. ഒന്നും പറയാനില്ല EP ജയരാജൻ. അതേസമയം അദ്ദേഹത്തെ പുറത്താക്കിയ ശേഷം അദ്ദേഹത്തിന് പ്രതികരണമാണ് ഈ നൽകിയിട്ടുള്ളത്. ഒന്നും പറയാനില്ല എന്നാണ് EP ജയരാജൻ മാധ്യമങ്ങളടുത്ത് പ്രതികരിച്ചത്. അതിന് പകരമായിട്ട് EP ജയരാജന് പകരമായി TP രാമകൃഷ്ണനെ LDF കൺവീനർ സ്ഥാനത്തേക്ക് ആക്കി എന്നുള്ളൊരു വാർത്തയും അതിൻ്റെ കൂടെ തന്നെ നൽകിയിട്ടുണ്ട്. വീണ്ടും ഒന്നാമത്തെ പേജിൽ തന്നെ കൈവിടില്ല, മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് CPM എന്നുള്ള തലക്കെട്ടോടുകൂടി നൽകിയിട്ടുള്ളൊരു വാർത്തയുമുണ്ട്. മൂന്നാമതായും താൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ലെന്ന് മോഹൻലാൽ പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും ആദ്യത്തെ പേജിൽ തന്നെ പ്രധാനമായും ഇടം പിടിച്ചിട്ടുണ്ട്. ദീപികയുടെ ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ 3 വാർത്തയല്ലാതെ മറ്റു വാർത്തയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമ്മൾ മാധ്യമ പത്രം പരിശോധിക്കുമ്പോൾ മാധ്യമ പത്രത്തിലെ ആദ്യത്തെ തന്നെ വാർത്ത നൽകിയിരിക്കുന്നത് EP ജയരാജനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവർ നൽകിയിരിക്കുന്ന തലക്കെട്ട് EP ഔട്ട് TP ഇൻ എന്നാണ്. EP ജയരാജൻ പുറത്തേക്ക് പോയപ്പോൾ അതേസമയം തന്നെ TP രാമകൃഷ്ണൻ കൺവീനർ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നെന്നുള്ള വാർത്ത, അല്ലെങ്കിൽ കൺവീനർ സ്ഥാനത്തേക്ക് വന്നു എന്നുള്ള വാർത്തയാണ് തലക്കെട്ടായി അവർ നൽകിയിരിക്കുന്നത്. EP ജയരാജൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്ത് TP രാമകൃഷ്ണൻ പുതിയ കൺവീനർ എന്ന സബ് ഹെഡിങ് നൽകിയിട്ടുള്ള ഒരു വിശദമായ വാർത്തയാണ് നമുക്ക് ആദ്യത്തെ പേജിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. EP ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ കണ്ണൂർ അരോളിയിലെ വീട്ടിലേക്ക് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രവും ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു വാർത്ത, മുകേഷിന് പാർട്ടി കവചം എന്നുള്ളതാണ്. CPM മുകേഷിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് രണ്ടാമത്തെ പ്രധാനമായി നൽകിയിട്ടുള്ള ഒരു വാർത്ത. മറ്റൊരു വാർത്ത മാധ്യമത്തിൽ പ്രധാനമായി നൽകിയിട്ടുള്ളത് ആദ്യത്തെ പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്, എന്നാൽ ചെറിയൊരു കോളത്തിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. എല്ലായിടത്തും സംഭവിക്കുന്നത് സിനിമയിൽ നടക്കുന്നു. മോഹൻലാൽ ഇന്നലെ മാധ്യമങ്ങളെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോൾ നൽകിയിട്ടുള്ള പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായി മാധ്യമം നൽകിയിട്ടുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത. മറ്റു വാർത്തകളും മാധ്യമ പത്രത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. അഴിമതിക്കാരൻ ADGPയെ എന്തിനു സംരക്ഷിക്കുന്നു, PV അൻവർ. ആ തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. തൃശൂർ പൂരം കാലയ്ക്ക് സുരേഷ് ഗോപിക്ക് വഴിവെട്ടിയതും ADGP ആണെന്ന് അൻവർ MLA പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ആദ്യത്തെ പേജിൽ തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. UAE പൊതുമാപ്പ് ഇന്നു മുതൽ എന്നുള്ള വാർത്ത നൽകിയിട്ടുണ്ട് ആദ്യത്തെ പേജിൽ. ഹരിയാന ഗോരക്ഷ ഗുണ്ടകൾ യുവാവിനെ തല്ലിക്കൊന്നു എന്നുള്ള മറ്റൊരു വാർത്ത നൽകിയിട്ടുണ്ട്. 28 പേരിൽ നിന്ന് മോശം അനുഭവം നടി ചാർമിള തുറന്നു പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ് അത് നൽകിയിട്ടുള്ളത്. ബാലികയെ പീഡിപ്പിച്ച കേസിൽ 86 വർഷം കഠിന തടവ് എന്നുള്ള വാർത്തയും ചെറിയൊരു കോളത്തിലെ ആദ്യത്തെ പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ജയസൂര്യക്കെതിരെ തൊടുപുഴയിൽ കേസ് എന്നുള്ള വാർത്തയും ചെറിയൊരു കോളത്തിലെ ആദ്യത്തെ പേജിൽ തന്നെ ഇടം പിടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി കേരള കൗമുദി പരിശോധിക്കുമ്പോൾ കേരള കൗമുദിയിലെ ആദ്യത്തെ വാർത്ത, EP ജയരാജനും മുകേഷും ഒന്നുമല്ല, ഒളിച്ചോടിയിട്ടില്ല, വലിയ മാറ്റത്തിന് തുടക്കമാവണം. മോഹൻലാലിന്റെ പ്രസ്താവനയാണ്. മോഹൻലാൽ ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് കേരള കൗമുദിയിലെ കവർ പേജിൽ നൽകിയിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശ്രീമോഹനം പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം നടൻ മോഹൻലാൽ ശ്രീകുമാരൻ തമ്പിയുടെ കാൽ തൊട്ടു തൊഴുന്ന ഒരു ചിത്രവും ഇവിടെ നൽകിയിട്ടുണ്ട്. കേരള കൗമുദി കവർ പേജിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന വാർത്ത അതാണ്. വീണ്ടും നമ്മൾ കവർ പേജിൽ നിന്നും ഒന്നാമത്തെ പേജിലേക്ക് എത്തുമ്പോൾ EP ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. LDFന് പുതിയ കൺവീനർ, EP തെറിച്ചു, TP വന്നു. അതാണ് അവരുടെ തലക്കെട്ട്. വിഭാഗീയതയ്ക്ക് മുന്നറിയിപ്പ്, മുകേഷിന് പൂർണ്ണ പിന്തുണ എന്ന സബ് ഹെഡിങ് പോയിന്റ്സ് ആയിട്ട് അവർ നൽകിയിട്ടുണ്ട്. BJPയുടെ കരിനിഴൽ എന്ന തലക്കെട്ടോടുകൂടി 1, 2, 3, 4 പോയിന്റ്സ് അവരുടെ നൽകിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള വാർത്തയെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ പേജിൽ ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ എന്നുള്ള മറ്റൊരു വാർത്തയും കാണാൻ സാധിക്കും. അതിന് താഴെയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചാർമിള പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. 28 പേർ മോശമായി പെരുമാറി എന്നാണ് അവർ പ്രസ്താവിച്ചിരിക്കുന്നത്. ആ വാർത്തയും കേരള കൗമുദിയിൽ ഒന്നാമത്തെ പേജിൽ ഇടം പിടിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വാർത്തയും നമുക്ക് ഒന്നാമത്തെ പേജിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി മലയാള മനോരമ പരിശോധിക്കുമ്പോൾ മലയാള മനോരമയുടെ കവർ പേജിൽ നൽകിയിട്ടുള്ള വാർത്ത,
ഹൃദയപൂർവ്വം പരിശോധനാ ക്യാമ്പിന് കൊച്ചിയിൽ തുടക്കം, ഹൃദയങ്ങൾ തൊട്ട്. പദ്ധതിയുടെ രജത ജൂബിലി വർഷത്തിൽ നടക്കുന്ന രണ്ടാമത്തെ ക്യാമ്പ് എന്നുള്ള തലക്കെട്ടോടുകൂടി മലയാള മനോരമയും മദ്രാസ് മെഡിക്കൽ മിഷനും ചേർന്ന് സംഘടിപ്പിച്ച ഹൃദയപൂർവ്വം പരിശോധന ക്യാമ്പ് ഹൃദയത്തിന്റെ സങ്കടങ്ങൾക്ക് മേൽ സ്വാധീന സ്പർശമായി എന്ന് തുടങ്ങുന്ന ഒരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. കവർ പേജിലായി നമുക്ക് കാണാൻ സാധിക്കുക. വീണ്ടും ഒന്നാമത്തെ പേജിൽ നമ്മൾ നോക്കുമ്പോൾ LDF കൺവീനർ EP ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അവർ നൽകിയിരിക്കുന്ന തലക്കെട്ട് LDF കൺവീനർ EP ജയരാജന് പുറത്ത് വീഴ്ത്തി എന്ന വലിയ തലക്കെട്ടാണ് അവർ നൽകിയിട്ടുള്ളത്. നടപടി BJP ബന്ധമെന്ന ആരോപണത്തെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ EP മടങ്ങിയെന്ന സൈഡ് പോയിന്റ്സ് അവർ അവിടെ നൽകിയിട്ടുണ്ട്. പത്രത്തിൽ ആദ്യം തന്നെ നമ്മുടെ കണ്ണൊടുക്കുന്നത് EP ജയരാജന്റെ ഒരു ചിത്രത്തിലേക്കാണ്. അതിന് താഴെ അദ്ദേഹത്തിന്റെ പ്രതികരണം നൽകിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിവിടെ നൽകിയിട്ടുണ്ട്. കണ്ണൂരിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. മറ്റൊരു വാർത്ത, മുകേഷിന്റെ രാജി വേണ്ട, CPM സിനിമയിൽ നിന്ന് പുറത്ത്. രാജി വേണ്ട എന്നുള്ള തീരുമാനം അതേസമയം സിനിമാ സമിതിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. ആ വാർത്തയാണ് രണ്ടാമതായി പ്രധാനമായി അവർ നൽകിയിട്ടുള്ള വാർത്ത. താഴെയായി നമ്മൾ നോക്കുമ്പോൾ അമ്മയെ മാത്രമായി ക്രൂശിക്കരുത് എന്ന് മോഹൻലാൽ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നൽകിയിട്ടുണ്ട്. അതാണ് ഈ മൂന്ന് വാർത്തയാണ് മലയാള മനോരമയിലെ ഒന്നാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ജന്മഭൂമി പത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ EP ജയരാജനെ പുറത്താക്കി എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. പുറത്താക്കി എന്നുള്ള ആ ഒരു വേർഡ് റെഡിങ്ങിലാണ് അവർ കൊടുത്തിട്ടുള്ളത്, ചുവന്ന അക്ഷരങ്ങളിലാണ് കൊടുത്തിട്ടുള്ളത്. LDF കൺവീനർ EP ജയരാജനെ കൈവിട്ട് CPM എന്നാണ് അവർ ആ വാർത്തയെ സമീപിച്ചിരിക്കുന്നത്. അടുത്തതായി തന്നെ മുകേഷിനെ ചേർത്ത് പിടിച്ചു, പുറത്താക്കിയെന്ന് ഒരു സൈഡിലും ചേർത്ത് പിടിച്ചെന്ന് മറ്റേ സൈഡിലും അവിടുത്തെ വ്യത്യസ്ത ആംഗിളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ജന്മഭൂമി പത്രം സമീപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ മുകേഷ് MLA ചേർത്ത് പിടിച്ച CPM, കൈവിട്ട് CPM, ചേർത്ത് പിടിച്ച CPM. നമുക്ക് വ്യത്യസ്തമായ രീതിയിലാണ് അവർ ആ വാർത്തയെ സമീപിച്ചിരിക്കുന്നത്. തൊട്ട് താഴെയായി ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ തീയതി മാറ്റി, ഒക്ടോബർ 5-നാണ് വോട്ടെടുപ്പ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്നുള്ള നിർദ്ദേശം BJP മുൻപോട്ട് വച്ചിരുന്നു. ആ തീരുമാനത്തിന്മേലുള്ള നടപടിയാണ്. ഒക്ടോബർ 5-നാണ് വോട്ടെടുപ്പ്, തീയതി മാറ്റി എന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. മോഹൻലാലുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കാര്യമായി നമുക്ക് ആദ്യത്തെ പേജിൽ കാണാൻ സാധിക്കില്ല. എന്നാൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം തിരുവനന്തപുരത്തെ നിശാഗന്ധി ശ്രീമോഹനും പരിപാടി നടൻ മോഹൻലാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കുന്ന ഒരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് ജന്മഭൂമിയിൽ. ഈ മൂന്ന് വാർത്തയാണ് പ്രധാനമായും ജന്മഭൂമിയുടെ ആദ്യത്തെ പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ദേശാഭിമാനി പത്രം പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വാർത്ത LDF കൺവീനർ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയോ മുകേഷുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയോ ഒന്നുമല്ല, കോൺഗ്രസിനെതിരെയുള്ള വാർത്തയാണെന്നുള്ള ശ്രദ്ധേയമാണ്. തുറന്നടിച്ചു AICC അംഗം സിമി റോസ് ബെൽജോൺ. കോൺഗ്രസിൽ അവസരം കിട്ടാൻ ചൂഷണത്തിന് വഴങ്ങേണ്ട സ്ഥിതി, പ്രതിപക്ഷ നേതാവിന്റെ പ്രീതിയില്ല എങ്കിൽ അവസരമില്ല. സതീഷിന്റെ നേതൃത്വത്തിൽ പവർ ഗ്രൂപ്പ്. കോൺഗ്രസിനെതിരെ തുറന്ന പ്രസ്താവനയുമായി സിമി റോസ് ബെൽജോൺ. അവർ AICC അംഗമാണ്. അവർ നടത്തിയിരിക്കുന്ന തുറന്ന പ്രസ്താവനയാണ് ദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ വാർത്ത. കോൺഗ്രസിൽ അവസരം കിട്ടാനായി ചൂഷണത്തിന് വഴങ്ങേണ്ട സ്ഥിതിയാണ്. അതേസമയം കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ നേതാവ് നയിക്കുന്നത് VD സതീശനാണെന്നാണ് അവർ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അതേസമയം LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഇവിടെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു ചെറിയ കോളത്തിലായി അവർ അതിനെ ഒതുക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. TP രാമകൃഷ്ണൻ LDF കൺവീനർ എന്ന് മാത്രമാണ് അവർ തലക്കെട്ട് നൽകിയിട്ടുള്ളത്. അത് ചെറിയൊരു വാർത്തയാണ്. CPM സംസ്ഥാന സെക്രട്ടറി അംഗം TP രാമകൃഷ്ണൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ ആകും എന്നാണ് അവർ ആ വാർത്തയെ സമീപിച്ചിരിക്കുന്നത്. വീണ്ടും താഴേക്ക് വരുമ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. വ്യാജ കാർഡുമായി BJP എന്നുള്ള വാർത്ത പ്രധാനമായും ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് മാതൃകാ പദ്ധതി കേന്ദ്രത്തിൻ്റെതെന്ന് പ്രചരിച്ച വ്യാജ കാർഡുകൾ അച്ചടിച്ച് വിതരണം, ആ വാർത്തയുമായി സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത നയരൂപീകരണ സമിതി മുകേഷ് വഴി നിന്നുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ഇവിടെ താഴെ ഹരിയാനയിൽ വീണ്ടും ആൾക്കൂട്ടക്കൊല, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ശംഭു അതിർത്തിയിലെ കർഷക പ്രക്ഷോഭകർ ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിന് നൽകിയ ആദരം. വിനേഷ് ഫോഗട്ടിനെ കർഷകർ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ നിന്നുള്ള മുന്നേറ്റമായി മാറും മോഹൻലാലിന്റെ പ്രസ്താവന നൽകിയിട്ടുണ്ട്. മോഹൻലാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശാഗന്ധിയിൽ വെച്ച് പുരസ്കാരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ദേശാഭിമാനിയിലെ ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇനി മാതൃഭൂമി പത്രം പരിശോധിക്കുമ്പോൾ മാതൃഭൂമി പത്രത്തിലെ ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വാർത്ത BSNL NG സംഘം തട്ടിപ്പ്, കീഴടങ്ങിയില്ല, അറസ്റ്റുമില്ല എന്നുള്ള വാർത്തയാണ്. മറ്റു പത്രങ്ങളിൽ ആദ്യത്തെ പേജിലൊന്നും ഇടം പിടിക്കാത്തൊരു വാർത്തയാണ് നമുക്ക് മാതൃഭൂമിയിൽ കാണാൻ സാധിക്കുക. അതിന്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കുക 9-കാരിയെ പീഡിപ്പിച്ച കേസിൽ 41-കാരന് 86 വർഷം കഠിന തടവ് എന്ന് തുടങ്ങുന്ന ഒരു വാർത്തയാണ് മാതൃഭൂമി പേജിലെ
അത് കവർ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുക. വീണ്ടും നമുക്ക് ഉൾപേജിലേക്ക് വരുമ്പോൾ, ഒന്നാമത്തെ പേജിലേക്ക് വരുമ്പോൾ, ഇ പിക്ക് ശിക്ഷയും മുകേഷിന് രക്ഷയും എന്നാണ് അവർ തലക്കെട്ട്. അതൊരു വ്യത്യസ്തമായ രീതിയിലാണ് അവർ നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജന് പുറത്ത് നടപടിക്ക് കാരണം BJP നേതാവുമായുള്ള കൂടിക്കാഴ്ച എന്ന് പോയിന്റ്സ് നൽകിയിട്ടുണ്ട്. CPM സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലെ വീട്ടിൽ അദ്ദേഹം എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ പകർത്തിയ ചിത്രം അടങ്ങിയ ഒരു വാർത്തയാണ് അവർ നൽകിയിട്ടുള്ളത്. മുകേഷ് രാജിവെക്കേണ്ട എന്നുള്ള വാർത്തയും ആദ്യത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. താഴെ MV ഗോവിന്ദന്റെ ചിത്രം അടങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക RSS സമന്വയ ബൈഠക് തുടങ്ങി എന്നുള്ള വാർത്തയാണ്. RSSന്റെ ത്രിദിന അഖില ഭാരതീയ സമന്വയ ബൈഠക് പാലക്കാട് അഹില്യ ക്യാമ്പസിൽ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അത് സംബന്ധിച്ച വാർത്തയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയെ നമുക്ക് മാതൃഭൂമി പത്രത്തിൽ കാണാൻ സാധിക്കുക. കണ്ടക്ടറെ ബസ്സിലിട്ട് കുത്തിക്കൊന്നു എന്നുള്ള വാർത്തയും ആദ്യത്തെ പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റൊരു പത്രത്തിലെ ഒന്നാമത്തെ പേജിൽ നമുക്ക് ഈ വാർത്ത കാണാൻ സാധിക്കില്ല. വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്നാൽ ഒരു ചെറിയ കോളത്തിലാണ് അവർ ഈ വാർത്ത നൽകിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. വീണ്ടും റഷ്യയിൽ 22 പേരുമായി പോയ ഹെലികോപ്റ്റർ കാണാതായി എന്നുള്ള വാർത്ത ചെറിയൊരു കോളത്തിലായി തന്നെ മാതൃഭൂമി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. വൈകാരികമായി പ്രതികരിച്ച് മോഹൻലാൽ, ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെ അന്യരായി എന്ന് മോഹൻലാൽ ചോദിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വൈകാരികമായി ഇടപെട്ടു അല്ലെങ്കിൽ പ്രതികരിച്ചു എന്നുള്ള വാർത്ത അവർ നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കൽ നടിയുടെ മൊഴിയെടുത്തു എന്നുള്ള വാർത്തയും നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വാർത്ത മംഗളൂരു റെയിൽവേ ഡിവിഷൻ മന്ത്രിക്ക് പിന്നാലെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട റെയിൽവേ ബോർഡും എന്നുള്ള വാർത്തയും നമുക്ക് കാണാൻ സാധിക്കും. മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ദിവസം കാണാം.